അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുകയെ പറ്റിയിട്ടാണ്. പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. കുറച്ച് സമാന്തര ശ്രേണിയിലെ പദങ്ങൾ തന്നിട്ടുണ്ട്. ആ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം ചെയ്താൽ പദങ്ങളുടെ തുക കിട്ടും. ഇരട്ട സംഖ്യയാണ് പദങ്ങളുടെ എണ്ണം എന്നുണ്ടെങ്കിൽ എന്താണ്, ജോഡികളുടെ എണ്ണം ഇൻറ്റു ഒരു ജോഡിയുടെ തുക ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, പദങ്ങളുടെ തുക കിട്ടും. ഇനി നമുക്ക് തുകയുടെ ബീജഗണിതം എങ്ങനെയാണ്, സമ്മ് കാണാനുള്ള അതിൻ്റെ ഓൾജിബ്രിക് ഫോർമുല എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ കുറച്ച് കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്, അത് പഠിച്ചു വയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് സമ്മ് കാണാനുള്ള ഫോർമുല എന്താണെന്ന് നോക്കാം. സം ഓഫ് n ടേംസ്, n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല n/2 ഇൻറ്റു x1 പ്ലസ് xn. എന്താണ് n/2 ഇൻറ്റു x1 പ്ലസ് xn. x1 എന്താ, ഫസ്റ്റ് ടേം ആദ്യ പദം. xn എന്ന് പറയണത് എന്താണ്, ലാസ്റ്റ് ടേം. ഇവിടെ നമ്മൾ n എന്ന് എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കോമൺ ആയിട്ട് n എന്നല്ല എഴുതാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ടേം എത്രാമത്തെ ടേമാണ് ചോദിക്കണേ ക്വസ്റ്റ്യൻ അനുസരിച്ച്. ഇപ്പോൾ 20 പദങ്ങളുടെ തുകയാണെന്നുണ്ടെങ്കിൽ xn പകരം ഇവിടെ എന്തായിരിക്കും, 20, x20 ആയിരിക്കും 20ാമത്തെ പദം. അപ്പോൾ ആദ്യ പദവും അവസാന പദവും തമ്മിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ഇൻറ്റു n/2. n എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ അതിൽ ലാസ്റ്റത്തെ പദം, ഇപ്പോൾ 20 പദങ്ങളുണ്ടെങ്കിൽ ലാസ്റ്റ് പദം എന്തുതന്നെയായിരിക്കും, x20, 20ാം പദമായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഇതല്ലാതെയും വേറെയും ഫോർമുലാസ് ഉണ്ട്. ഇതാണ് എളുപ്പത്തിൽ ഉള്ള ഫോർമുലയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തത് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനായിട്ട് എന്താണ് എന്നാണ് നോക്കേണ്ടത്. എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഉള്ള ഫോർമുല n ഇൻറ്റു n പ്ലസ് 1/2. അതായത് ഇപ്പോൾ ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 25 ഇൻറ്റു 26/2. മനസ്സിലായ, n ഇൻറ്റു n പ്ലസ് 1. എത്ര പദങ്ങളുടെ തുകയാണോ കണ്ടുപിടിക്കേണ്ടത് അതേ ഇൻറ്റു അതിൻ്റെ തൊട്ടപ്പുറത്തെ നമ്പർ ചെയ്യുക, /2 ചെയ്യുക. ഇപ്പോൾ 50 പദമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 50 ഇൻറ്റു 51/2. 105 പദമാണെന്നുണ്ടെങ്കിൽ 105 ഇൻറ്റു 106/2. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം. Sn ഈക്വൽ ടു എന്താണ്, n ഇൻറ്റു n പ്ലസ് 1/2. എന്തിനാണ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്. ഇനി അടുത്തത് നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ എത്ര പദങ്ങളുണ്ടെന്ന് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ പദം അതിന് പകരം എന്തുണ്ടാവും, ലാസ്റ്റത്തെ പദവും തരും, പിന്നെ ആദ്യത്തെ പദം തരും, ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും തരും. അപ്പോൾ നമുക്കതിൽ നിന്ന് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്താണ്, നമ്പർ ഓഫ് ടേംസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ടേംസ് n ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ d കോമൺ ഡിഫറൻസ് പ്ലസ് 1. മനസ്സിലായില്ല. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇത് പിന്നെ ഇതിൽ കൊടുത്താലും നമുക്ക് സെയിം തന്നെ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ എന്താണ്, ആദ്യം സം ഓഫ് n ടേംസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇനി അടുത്തത് നമ്പർ ഓഫ് ടേംസ്, എത്ര പദങ്ങളുണ്ട്, പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. മനസ്സിലായല്ലോ. ഇനി എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ n ഇൻറ്റു n പ്ലസ് 1/2. ഇത്രയാണ് കോൺസെപ്റ്റ്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വരും. പേജ് നമ്പർ 71 ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ഇൻ ഹെഡ് ദ സം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ. അതായത് ചെയ്ത് നോക്കാണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരം പറയാൻ തന്നിരിക്കുന്നത് എന്താ, 51 പ്ലസ് 52 പ്ലസ് എക്സിട്ര പ്ലസ് 70. ഇതെല്ലാം എന്താണ്, എണ്ണൽ സംഖ്യകളാണ് അല്ലേ. ആദ്യത്തെ എണ്ണൽ സംഖ്യ എന്ന് പറയാൻ പറ്റില്ല, എണ്ണൽ സംഖ്യയുടെ ഒരു സെക്ഷനായിട്ട് വരും. 51 ആണെങ്കിൽ 70 വരെയുള്ള എണ്ണൽ സംഖ്യകൾ. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ എന്നുള്ള ആ n ഇൻറ്റു n പ്ലസ് 1 ഇവിടെ കൊടുക്കാൻ പറ്റില്ല. കാരണം അതെന്താ,
അത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ ആദ്യം തൊട്ട് 1 തൊട്ട് തുടങ്ങണതാണെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിന് നമുക്ക് നമ്പർ ഓഫ് ടേംസിന് മറ്റേ ഇതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ആവശ്യം ഉള്ളവർക്ക് അത് വെച്ചിട്ട് ചെയ്യാം, ഫോർമുല വെച്ചിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 51 തുടങ്ങി 70 വരെ എത്ര ഇതുണ്ട്? 20 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കിതിൽ എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കാനായിട്ട് 70 മൈനസ് 51 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 19. പക്ഷെ 19 ടേംസ് ആണോ ഉള്ളത്? ഇവിടെ മൈനസ് ചെയ്യണത് എന്താണ്? 70-ൽ നിന്ന് ഈ 51 അടക്കം കളയാണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ 51 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ +1 കൂടി ചേർത്താലാണ് നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് കറക്റ്റ് കിട്ടുള്ളൂ. എത്രയാ? 20. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫോർമുല ഉപയോഗിക്കാം. xn ലാസ്റ്റ് പദം ഏതാ? 70 മൈനസ് ആദ്യ പദം എന്താ? 51 ബൈ ഡി എന്താണ് ഇവിടുത്തെ? ഡി എണ്ണൽ സംഖ്യയാണ്, അതുകൊണ്ട് 1 കൂട്ടിയാണ്. അപ്പോൾ 1 പൊതുവ്യത്യാസം +1. അപ്പോൾ 70 മൈനസ് 51 എത്രയാ? 19 +1 = 20. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്ര കിട്ടി? 20 കിട്ടി. മനസ്സിലായല്ലോ? ഇനി ഇങ്ങനെ ആലോചിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഫോർമുലയിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ n എത്ര കിട്ടി? 20 കിട്ടി. അപ്പോൾ നമുക്ക് 20 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n-ന് പകരം 20/2 കൊടുത്തു. x1 എത്രയാ? 51 പ്ലസ് എത്രയാ? 70 ഈക്വൽ ടു 20/2 എത്രയായി? 10. 51 പ്ലസ് 70 എത്രയാ? 121. അപ്പോൾ 121 × 10 1210. അപ്പോൾ സം ഓഫ് 20 ടേംസ് ഈക്വൽ ടു 1220. അടുത്ത പ്രോബ്ലം നോക്കിയേ. 1.5 + 2.5 പ്ലസ് എക്സെട്ര പ്ലസ് 12.5. അപ്പോൾ ഇതിൽ എത്ര ടേംസ് ഉണ്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. 1, 2, അടുത്ത എന്തായിരിക്കും? 3.5, 4.5, 5.5, 6.5, അങ്ങനെ 1 തൊട്ട് 12 വരെ. അപ്പോൾ 12 ടേംസ് ആണുള്ളത് അല്ലേ? 1.5 തൊട്ട് 12.5 വരെ ഓരോന്ന് വ്യത്യാസത്തിലാണ് എഴുതിയിരിക്കണേ. അപ്പോൾ എന്താണ് ഇതിൽ ടേംസ്? നമ്പർ ഓഫ് ടേംസ് എന്താണെന്ന് ഇതിൽ നിന്ന് തന്നെ കിട്ടും, 12 എന്ന് കിട്ടും അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? S12 ടേംസിൻ്റെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? n/2 × x1 + xn. അതിൽ n/2 n എത്രയാ? 12/2. x1 എത്രയാ? 1.5 പ്ലസ് xn എത്രയാ? 12.5. 12/2 എത്രയാ? 6. ഇനി 1.5 + 12.5 എത്രയാ? 12 + 1 13. 1/2 + 1/2 1. അപ്പോൾ 13 + 1 14. മനസ്സിലായില്ല? 12 ഇവിടെ ഉണ്ട്, 1 ഇവിടെ ഉണ്ട്. അപ്പോൾ 12 1 കൂട്ടി 13ആയി. ഇവിടെ അരയുണ്ട്, ഇവിടെ അരയുണ്ട്. ഈ അരയും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടി. അപ്പോൾ 13ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 14. അപ്പോൾ 14 × ഈ 6 ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 6 4 24 2 84. തുക എത്ര കിട്ടി? 84. ഇതിപ്പോൾ നോക്കിയേ. ഇതിൽ 1/2 + 1, 1.5 + 2, 2.5 + 3, 3.5 + 4 അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ 1 തൊട്ട് 1-ന് എത്ര ടേംസ്? 1 വെച്ചിട്ട് 2 ടേംസ് ഉണ്ട്. അങ്ങനെ എത്ര ടേംസ് ഉണ്ട്? 12 വെച്ചിട്ട് 2 ടേംസ്. അപ്പോൾ ഇവിടെ 12 × 2 24. പിന്നെ ഈ അറ്റത്തെ ഒരു അരയും കൂടി ഉണ്ട്. അപ്പോൾ എത്ര ടേംസ് ഉണ്ട് മൊത്തം? 24 + 1 25. ഇങ്ങനെ കണ്ടുപിടിച്ചാലും മതി. ഇനി അതല്ല, നിങ്ങൾക്കിത് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? xn മൈനസ് x1/d + 1. ഇതിൽ xn ലാസ്റ്റ് ടേം ഏതാ? 12.5 മൈനസ് x1 ഏതാ? ഹാഫ് ഡിവൈഡഡ് ബൈ d എത്രയാണ്? 1 മൈനസ് ഹാഫ് എത്രയാ? 1-ൽ നിന്ന് അര കുറച്ചാൽ എത്രയാ? ഹാഫ് തന്നെ +1. 12.5-ന് അര പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? 12. 12 ഡിവൈഡഡ് ബൈ 1/2 + 1 എത്രയാ? 12 × 2 അല്ലേ? 1/2 വരുമ്പോൾ എന്ത് വരും? × 2/1 ഡിവൈഡഡ് ബൈ 1/2 എന്ന് വെച്ചാൽ × 2/1 + 1, അതായത് 25. ഇങ്ങനെ നോക്കിയാലും നമുക്ക് എണ്ണം കിട്ടും. അപ്പോൾ എത്ര എണ്ണമാണ്? 25. ഇനി നമുക്ക് തുക കണ്ടുപിടിക്കാം. S25 = 25/2 × x1 എത്രയാ? അര പ്ലസ് xn എത്രയാ? ലാസ്റ്റ് ടേം 12.5. അപ്പോൾ 25/2 പ്ലസ് 12
പ്ലസ് അല്ല ഇൻറ്റു 12.5 പ്ലസ് അര എത്രയാ 13. 25 ഇൻറ്റു 13/2 എത്രയാ 225/2. ഇനി ഇതിനെ നമുക്ക് ഇതേപോലെ എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മിക്സ്ഡ് ഫ്രാക്ഷനായിട്ട് എഴുതാനായിട്ട് 112/1/2 112/1/2 എന്ന് കിട്ടും. അടുത്ത സമാന്തര ശ്രേണി എന്താ, 1/101 പ്ലസ് 3/101 പ്ലസ് 5/101 പ്ലസ് എക്സെട്ര പ്ലസ് 201/100. അടുത്ത സമാന്തര ശ്രേണി എന്താ, 1/101 പ്ലസ് 3/101 പ്ലസ് 5/101 പ്ലസ് എക്സെട്ര പ്ലസ് 201/101. ആദ്യം നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം, പൊതുവ്യത്യാസം അറിയണം. പൊതുവ്യത്യാസം എത്രയാ, രണ്ടാം പദം 3/101 മൈനസ് ഒന്നാം പദം 1/101 സമം എത്രയാ 2/101. ഇനി നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഇനി അവസാന പദം എത്രയാ 201/101 മൈനസ് ആദ്യ പദം 1/101 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം എത്രയാ 2/101 പ്ലസ് 1. ഇതെല്ലാം എങ്ങനത്തെ ഫ്രാക്ഷൻസാ, ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. ഛേദമൊക്കെ ഒരേപോലെയാണ്. അപ്പോൾ അംശങ്ങൾ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 201 മൈനസ് 1 എത്രയാ 200/101 ഡിവൈഡഡ് ബൈ 2/101 പ്ലസ് 1. ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, 200/101 ഡിവൈഡഡ് ബൈ 2/101 എന്ന് വെച്ചാൽ എന്താ, ഇൻറ്റു 101/2 അല്ലേ. വ്യുൽക്രമം കൊണ്ടുള്ള ഗുണനാണ് ഹരണം എന്ന് പറയുന്നത്. അതായത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ദ റെസിപ്രോക്കൽ അല്ലേ. ഹരണം ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, റെസിപ്രോക്കൽ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിനെ തല തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 101, അപ്പോൾ 101 ഇവിടെ പ്ലസ് 1 ഉണ്ട്. 101 പോയി ഇവിടെ എത്രയുണ്ട് 2, 200ൽ 100 വട്ടം. അപ്പോൾ 100 + 1 101. അപ്പോൾ നമ്പർ ഓഫ് ടേംസും എന്ത് തന്നെ കിട്ടി 101. ഇത് മൊത്തം 101 വെച്ചിട്ടുള്ളൊരു കളിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേംസ് 101 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സം ഓഫ് n ടേംസ്. ഇവിടെ സം ഓഫ് 101 അല്ലേ, 101 ടേംസിൻ്റെ സമ്മ്, 101 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താ, n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇവിടെ n എത്രയാ 101. 101/2 ഇൻറ്റു x1 എത്ര 1/101 പ്ലസ് അടുത്തത് 201/101 അവസാന പദം 201/101. ഇവിടെ എന്താ 101/2. ഇതെന്താ, ഇത് രണ്ടും ഛേദം 1 തന്നെയാണ്. അപ്പോൾ ഛേദത്തിന് എന്ത് തന്നെ എഴുതാം, 101 എന്ന് എഴുതാം. 1 + 201 എത്രയാ 202. 101 വെട്ടിപ്പോയി. 2ൽ 202 എത്ര വട്ടം 101 വട്ടം. ഓഫ് എന്തൊരു കണക്കല്ലേ. നോക്കിയേ, നമ്പർ ഓഫ് ടേംസ് എടുത്തപ്പോൾ അതെന്ത് തന്നെയാണ് 101. ഇനി സം ഓഫ് 101 ടേംസ് എടുത്തപ്പോഴും എന്തെന്നെ കിട്ടി 101 അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ. അതിലെ ഫസ്റ്റത്തെ സീക്വൻസ് ആണ് 11, 22, 33. എന്താ കണ്ടുപിടിക്കേണ്ടത്, 25 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ലാസ്റ്റ് ടേം ഇല്ല, 25ാമത്തെ പദം ഇല്ല. അപ്പോൾ നമ്മൾ 25ാമത്തെ പദം കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, xn കണ്ടുപിടിക്കണം. xn കണ്ടുപിടിച്ചാലാണ് പിന്നെയാണ് n-ന് എന്ത് കൊടുക്കാൻ പറ്റൂ, 25 ഇട്ടിട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യം നമുക്ക് nth ടേമിൻ്റെ ഇത് കണ്ടുപിടിക്കുക, അതായത് പദത്തിൻ്റെ ബീജഗണിതം. അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം 25ാമത്തെ പദം കണ്ടുപിടിച്ചിട്ട് പിന്നെ സം ഓഫ് 25 പദം കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം xn കണ്ടുപിടിക്കാൻ xn എന്താ dn പ്ലസ് f മൈനസ് d. ഇവിടെ d എത്രയാണ് 22 മൈനസ് 11. d എന്ന് പറയുന്നത് എന്താ, രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ച് എത്ര കിട്ടി 11. അപ്പോൾ പൊതുവ്യത്യാസവും 11 തന്നെ, ആദ്യ പദവും 11 തന്നെ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി 11n. ഇവിടെ എന്താണ് 11, ആദ്യ പദം 11, പൊതുവ്യത്യാസവും 11. അപ്പോൾ എന്തായി, ഇത് 0 മാറി. ബാക്കി എന്തുണ്ട് 11n. അപ്പോൾ xn എന്ന് പറയുന്നത് എന്ത് കിട്ടി 11n കിട്ടി. അങ്ങനെയാണെങ്കിൽ 25ാം പദം എന്താ, x25 എന്തായിരിക്കും 25ാം പദം. 25th ടേം എന്താണ്, ഇവിടെ n-ന് പകരം എന്ത് കൊടുത്താൽ മതി 25 × 11 എത്രയാ 275. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സം ഓഫ് 25 ടേംസ്. അപ്പോൾ എന്താണ് n/2 ഇൻറ്റു x1 പ്ലസ് xn.
ഇവിടെ എൻ എത്രയാ 25, എസ് 25, ഇവിടെ എസ് എൻ ആണ്. n/2 x1 + xn. ഇവിടെ n എത്രയാണ് നമുക്കറിയാം. നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 25 പദങ്ങളുടെ തുകയാണ്. അപ്പോൾ n 25 ആണ്. 25/2 x1 ആദ്യ പദം എത്രയാണ്? 11 പ്ലസ് xn എത്രയാണ്? 275, അതായത് x 25. അതെത്ര കിട്ടി? 275. അതായത് 25/2 ഇൻറ്റു 275 + 11 എത്രയാണ്? 286. 2ൽ 286 എത്ര വട്ടം പോവും? 2ൽ 1 വട്ടം, 8ൽ 4 വട്ടം, 6ൽ 3 വട്ടം. അപ്പോൾ 143 ഇൻറ്റു 25. 143 ഇൻറ്റു 25 ചെയ്യുമ്പോൾ 3575 കിട്ടും. അപ്പോൾ ആദ്യത്തെ 25 പദങ്ങളുടെ തുക എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3575 കിട്ടും. അടുത്ത സമാന്തര ശ്രേണി എത്രയാണ്? 12, 23, 34 എക്സെട്ര. അപ്പോൾ അതിൽ എഫ് എത്രയാണ്? ആദ്യ പദം 12. പൊതുവ്യത്യാസം എത്രയാണ്? രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചു. ഇവിടെയും 11 തന്നെയാണ് പൊതുവ്യത്യാസം കിട്ടണത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം എന്താണ്? xn കണ്ടുപിടിക്കണം. എന്നാലാണ് നമുക്ക് x 25ാമത്തെ പദം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. xn കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? dn + f - d. ഇവിടെ ഡിക്ക് പകരം എന്താണ്? 11n പ്ലസ് എഫ് എത്രയാ? 12 മൈനസ് ഡി എത്രയാ? 11. അതായത് 11n പ്ലസ് 12 മൈനസ് 11 എത്രയാ? 1. അപ്പോൾ 11n + 1 ആണ് എന്ത്? nth ടേം. അതായത് ഈ ഒരു സീക്വൻസിലെ ഏത് പദവും എങ്ങനത്തെ ഫോമിലായിരിക്കും? 11ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 1 കൂട്ടിയത് അല്ലേ? ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ. 11 × 1 + 1 ആണ് എന്ത്? 12. 11 × 2 22ൻ്റെ കൂടെ 1 കൂട്ടിയതാണ് 23. അപ്പോൾ ഇതാണ് എന്ത്? പദത്തിൻ്റെ ബീജഗണിത രൂപം. ഇനി ഇതിൽ നിന്ന് നമുക്ക് എത്രാമത്തെ പദം കണ്ടുപിടിക്കണം? 25ാമത്തെ പദം. കാരണം ലാസ്റ്റ് ടേം കിട്ടിയാലേ നമുക്ക് തുക കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 25ാമത്തെ പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ n-ന് 25 കൊടുത്താൽ മതി. 11 × 25 + 1. 11 × 25 എത്രയാണ്? 275 പ്ലസ് 1 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 276. 25ാം പദവും കിട്ടി. ഇനി നമുക്കറിയാം എസ് എൻ എന്ന് പറയുന്നത് എന്താ? n/2 ഇൻറ്റു x1 + xn. ഇവിടെ n-ന് പകരം എന്ത് കൊടുക്കുക? 25. ഇവിടെ എന്ത് കിട്ടും? 25/2. x1 എന്താണ്? ആദ്യ പദം 12 പ്ലസ് xn എത്രയാ? 276. 25ാമത്തെ പദമാണ് 276. അപ്പോൾ 276 + 12 വരുമ്പോൾ എത്ര വരും? 288. അപ്പോൾ 25/2 ഇൻറ്റു 288. 2ൽ 288 എത്ര? 288ൽ 2 എത്ര വട്ടം പോവും? 2ൽ 1 വട്ടം, 8ൽ 4, 4, 144. 144 ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ 3600 കിട്ടും. അപ്പോൾ സം ഓഫ് 25 ടേംസ് എത്ര കിട്ടും? 3600. അടുത്തത് എന്താ? അടുത്ത സീക്വൻസ് 21, 32, 43. ഇതും എത്ര വീതം കൂട്ടിയിട്ടുള്ളത് തന്നെയാണ്? 11 അല്ലേ? പൊതുവ്യത്യാസം 11 ആണ്. 21ൻ്റെ കൂടെ 11 കൂട്ടുമ്പോൾ 32, 32ൻ്റെ കൂടെ 11 കൂട്ടുമ്പോൾ 43. അപ്പോൾ ഇവിടെ ഡി നമുക്ക് എത്രയാ? 11 കിട്ടി. എഫ് എത്രയാ? 21 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? xn കണ്ടുപിടിക്കാം. dn + f - d. ഡിക്ക് പകരം എന്തെടുത്തു? 11n പ്ലസ് എഫിന് പകരം 21 മൈനസ് ഡി 11. എത്ര കിട്ടി? 11n. 21ൽ നിന്ന് 11 കുറച്ച് എത്രയാ? 10. അപ്പോൾ nth ടേം എത്രയാ? 11n + 10. അപ്പോൾ ഇതിൽ 25 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 25ാമത്തെ പദം കിട്ടും. n-ന് 25 എന്ന വില കൊടുക്കുക. അപ്പോൾ x 25 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 25ാമത്തെ പദം 11 × 25. ഇവിടെ n-ന് പകരം 25 പ്ലസ് 10. നമുക്കിവിടെ അറിയാം 275 ആണ്. 11 × 25 പ്ലസ് 10 എത്രയാ? 285. അപ്പോൾ 25ാം പദം കിട്ടി. ആദ്യ പദവും കിട്ടി. പദങ്ങളുടെ എണ്ണവും കിട്ടി. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സം ഓഫ് n ടേംസ് എത്രയാ? n/2 ഇൻറ്റു x1 + xn. ഇവിടെ n എത്രയാ? 25. 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 25/2 ഇൻറ്റു x1 എത്രയാ? 21
പ്ലസ് എക്സ് 25 ലാസ്റ്റ് ടേം എത്രയാണ് 285 പ്ലസ് 21 ഈക്വൽ ടു 25/2 285 പ്ലസ് 21 എത്രയാ 306 രണ്ടിൽ എത്ര വട്ടം പോവും 15 3 153. അപ്പോൾ 25 ഇൻറ്റു 153 ചെയ്തിട്ടുണ്ടെങ്കിൽ 3825 കിട്ടും. അപ്പോൾ ആദ്യത്തെ 25 പദങ്ങളുടെ തുക എത്ര കിട്ടി 3825 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 19, 28, 37 സമാന്തര ശ്രേണി തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഡി എന്താണ് പൊതുവ്യത്യാസം 28 മൈനസ് 19 എത്രയാ 9. ഇനി എഫ് എത്രയാ 19. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം nth ടേം xn എത്രയാ dn പ്ലസ് എഫ് മൈനസ് ഡി. ഡിക്ക് പകരം എത്രയാ 9n പ്ലസ് എഫ് എത്രയാ 19 മൈനസ് 9 9n പ്ലസ് 19 മൈനസ് 9 10. അപ്പോൾ nth ടേം കിട്ടി 9n പ്ലസ് 10. അതാണ് nth ടേം. n-ആം പദം എത്രയാ 9n പ്ലസ് 10 കിട്ടി. അങ്ങനെയാണെങ്കിൽ 25-ആം പദം എങ്ങനെയാണ് കിട്ടുക n-ന് 25 കൊടുത്തു. അപ്പോൾ 9 ഇൻറ്റു 25 പ്ലസ് 10 9 ഇൻറ്റു 25 225 പ്ലസ് 10 ഈക്വൽ ടു 235. അപ്പോൾ 25-ആം പദം കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇവിടെ എത്ര ടേമിൻ്റെ തുക കണ്ടുപിടിക്കേണ്ടത് 25-ാമത്തെ. അപ്പോൾ 25 ഈക്വൽ ടു n-ന് പകരം 25 x1 എത്രയാ ആദ്യ പദം 19 പ്ലസ് അവസാനത്തെ പദം 25-ാമത്തെ പദം എത്രയാ 235. അപ്പോൾ എത്ര കിട്ടും 235 പ്ലസ് 19 25/2 ഇൻറ്റു 254 127 ഇൻറ്റു 25 7 5 35 2 10 13 6 2 14 5 2 5 7 11 3 3175. അപ്പോൾ 25 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താ 3175. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എമംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. 3 അക്ക സംഖ്യകളിലെ 9ൻ്റെ ഗുണിതങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ 3 അക്ക സംഖ്യകളിലെ. അപ്പോൾ 3 അക്ക സംഖ്യ തുടങ്ങണത് തന്നെ എവിടെ നിന്നാണ് 100 നിന്നാണ് തുടങ്ങണത് അല്ലേ. അവസാനിക്കണത് എവിടെയായിരിക്കും 100-ൽ തുടങ്ങി 101 102 അങ്ങനെ പോയി എവിടം വരെ എത്തും 999 വരെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 4 അക്ക സംഖ്യ ആവും അല്ലേ. 1000 എന്ന് പറയുന്നത് 4 അക്കങ്ങളുള്ള നമ്പറാണ്. അപ്പോൾ 100 തുടങ്ങി 999 വരെയുള്ള 3 അക്ക സംഖ്യകളിലെ 9ൻ്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ട്? ഏതൊക്കെയാണ് 9ൻ്റെ ഗുണിതം? 100 9ൻ്റെ ഗുണിതമല്ല. 101 102 103. ഇതിൽ ആദ്യം 9ൻ്റെ ഗുണിതമായിട്ട് വരാൻ എന്തായിരിക്കും 108 അല്ലേ. 8ഉം 1ഉം 9. അപ്പോൾ 9ൻ്റെ ഗുണിതമായിട്ട് വരും. 9ൻ്റെ മൾട്ടിപ്പിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നറിയാലോ. നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം 9ൻ്റെ മൾട്ടിപ്പിൾ തന്നെ കിട്ടണം. അപ്പോൾ ഇതെന്താ 8 + 1 9 108. ഇനി അടുത്തത് എന്തായിരിക്കും ഫസ്റ്റത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. പിന്നെ എന്ത് ചെയ്താൽ മതി 9 വീതം കൂട്ടി എടുത്താൽ മതി. അപ്പോൾ ആദ്യം 108 കിട്ടും. പിന്നെ 108ൻ്റെ കൂടെ 9 കൂട്ടി എത്ര കിട്ടി 117. ഈ നമ്പറും കൂട്ടി നോക്കിയേ 7 + 1 8 8 + 1 9 കണ്ട. ഇനി അടുത്തത് 117ൻ്റെ കൂടെ 9 കൂട്ടുക. പിന്നെ അങ്ങനെ 9 കൂട്ടി അവസാനത്തെ ടേമും ആദ്യത്തെ ടേമും കിട്ടിയാൽ മതി നമുക്ക് തുക കണ്ടുപിടിക്കാൻ. അപ്പോൾ അവസാനത്തെ ടേം എന്താ ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ 3 അക്ക സംഖ്യ. ഇത് എന്തിൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ് 9ൻ്റെ ഗുണിതം തന്നെയാണ് അല്ലേ. 9 9 9 എന്താണ് 111 × 9 ആണ് 999. അപ്പോൾ ഇതെന്ത് തന്നെയാണ് 9ൻ്റെ ഗുണിതം തന്നെയാണ്. അപ്പോൾ 3 അക്ക സംഖ്യകളിലെ 9ൻ്റെ ഗുണിതങ്ങൾ കിട്ടി. അതിൽ ആദ്യത്തെ പദം കിട്ടി 108, അവസാനത്തെ പദം 999. ഇത് എത്ര വെച്ചിട്ടാണ് ഇത് കൂട്ടി പോണത് 9 വെച്ചിട്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി ഇതിൻ്റെ തുക കണ്ടുപിടിക്കാം. ഏത് ശ്രേണിയുടെ? ഈ ഒരു ശ്രേണി. ഇവിടെ നമുക്ക്
nth ടേം കണ്ടുപിടിക്കണോ? വേണ്ട. കാരണം നമുക്കിവിടെ അവസാനത്തെ പദം ഇവിടെ ഓൾറെഡി നമുക്ക് അറിയണതാണ് 999. ആദ്യ പദവും അറിയാം. നമുക്ക് അറിയാത്തൊരു കാര്യമുള്ളൂ n. എത്ര നമ്പേഴ്സ് ഉണ്ട് ഈ ഒരു ശ്രേണിയിൽ? ഈ 9ൻ്റെ ഗുണിതങ്ങൾ എഴുതിയ 3 അക്ക സംഖ്യകളുടെ ഈ ശ്രേണിയിൽ എത്ര എണ്ണം ഉണ്ട് ഈ നമ്പേഴ്സ്? അതാണ് നമുക്ക് അറിയാത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് n കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്? xn മൈനസ് x1/d പ്ലസ് 1. xn എത്രയാ? അവസാന പദം 999 മൈനസ് 108. ആദ്യ പദം 108 ബൈ പൊതുവ്യത്യാസം 9 പ്ലസ് 999 മൈനസ് 108 എത്രയാ? 891 ബൈ 9 പ്ലസ് 1. 891 9ന് വെട്ടിപ്പോവോ? നോക്കിയേ. 9 1 10. 10 പ്ലസ് 8 18. 18ൻ്റെ ഡിജിറ്റ്സ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 8 പ്ലസ് 1 എത്രയാ? 9. 9ൽ പോകും. അപ്പോൾ 9ൽ ഇത് വെട്ടിയ എത്ര പ്രാവശ്യം? 89ൽ 9 81 വട്ടം, ബാക്കി 8. അപ്പോൾ 99. 99 പ്ലസ് 1 എത്രയാ? 100. അപ്പോൾ എത്ര പദങ്ങളുണ്ട് ഇതിൽ? ഈ ഒരു സീക്വൻസിൽ 100 പദങ്ങളാണ് 9ൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള 3 അക്ക സംഖ്യകൾ വരുന്നത്. ഇനി ഇത് ചെയ്യാൻ അറിയില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 891 ഡിവൈഡഡ് ബൈ 9 ചെയ്യുക. 9ൽ 9 വട്ടം 81, വീണ്ടും 81, 99. മനസ്സിലായല്ലോ? അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കിട്ടി, ആദ്യ പദം കിട്ടി, അവസാന പദം കിട്ടി, ഒക്കെ അറിയാം. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? സം ഓഫ് n ടേംസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ S100 അല്ലേ? 100 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? Sn എത്രയാണ്? ആദ്യം n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതിൽ n എത്രയാ? 100. അപ്പം 100/2 ഇൻറ്റു x1 എത്രയാ? 108 പ്ലസ് 999 ഈക്വൽ ടു 50 ഇൻറ്റു 999 പ്ലസ് 108 എത്രയാ? 9 8 17, 10 11, 1107. അപ്പം 1107 ഇൻറ്റു 50 ചെയ്യാം. 7 5 35, 3 5 5. എത്ര കിട്ടി? 5 5 3 5. ഇത് ഇൻറ്റു 5 ചെയ്തതാണ്. 50 ചെയ്യുമ്പോൾ എന്തിടാ? അവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. 55,350 ആൻസർ. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ 3 അക്ക സംഖ്യകളിലെ 9ൻ്റെ ഗുണിതങ്ങളുടെ തുക എത്രയാണ്? 55,350. എത്രയുണ്ട് അങ്ങനത്തെ 3 അക്ക സംഖ്യകളിൽ? 9ൻ്റെ മൾട്ടിപ്പിൾസ് 100 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ 100 എണ്ണത്തിൻ്റെ തുകയാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അതിൽ ആദ്യ പദവും അവസാന പദവും കിട്ടി. പിന്നെ എന്ത് കിട്ടി? ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിച്ചു. അങ്ങനെ പദങ്ങളുടെ തുക കണ്ടുപിടിച്ചു.